ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്പോർട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം സെൽസബിൻ സാർ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്ലസ് ടുവിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്കറിയാം. അതൊന്നും പറയാനല്ല, ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ പ്ലസ് ടു അഥവാ നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ അവസാനത്തെ വർഷത്തെ ആദ്യത്തെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന എക്സാം പോവാണ്. നമുക്ക് തുടങ്ങാൻ പോവാണ്. എന്നാണ്? ഓണപ്പരീക്ഷ വരാൻ പോകണല്ലേ. എന്നാ ഓണപ്പരീക്ഷ വരുന്നത്? എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് അതറിയാം. എന്നാണ് തുടങ്ങുന്നത്? ഓഗസ്റ്റ് മാസമാണ് അല്ലേ. ഈ വരുന്ന ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിപ്പോൾ ജൂലൈ ആയി, ഓഗസ്റ്റ് മാസം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാസം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ ഒരു മാസം സമയം നമ്മൾ തൽക്കാലം കൂട്ടാം. ഏകദേശം ഒരു 30 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങിക്കോ. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ആ സമയത്ത് വെച്ചിട്ട് അവസാനം നിങ്ങൾക്കൊരു പാറ്റേൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാവും. പരീക്ഷയുടെ തലേന്ന് എന്തായാലും ഓൺലൈനിൽ കുറച്ച് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ലൈവ് ക്ലാസ്സുകൾ കാണാം. അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യാം, നേരെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നേരെ പഠിച്ച് പരീക്ഷ എഴുതി ഫുൾ മാർക്ക് അടിക്കാം. ആ ഒരു പ്ലാൻ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ എൻ്റെ കുട്ടികളോട് ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മക്കളെ, നല്ലൊരു പണി കിട്ടാൻ പോവാണ് നിങ്ങൾക്ക്. കാരണം വേറെ ഒന്നുമല്ല, ആ നേരത്ത് ഇരുന്ന് പഠിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്രയും എക്സ്ട്രാ ബ്രില്യൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കണം നിങ്ങളെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ അത്രയും ലെവലില്ലാത്ത കുട്ടികളെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുക. കാരണം അന്ന് നമ്മൾ എക്സാം ഹാളിൽ ഇരുന്നിട്ട് എന്താ പാടില്ല, നമ്മൾ മോയെ ആവാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ജാനെ ക്യൂമേ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിയിരിക്കാൻ പാടില്ല. നമ്മളവിടെ പുറത്ത് പോകുന്ന ആൾക്കാരെ നോക്കിയിരിക്കാൻ പാടില്ല. അവിടെ മുന്നോട്ടുള്ള ആൾക്കാരെ നോക്കിയിരിക്കാൻ പാടില്ല. ആരുടെയെങ്കിലും സഹായത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാനേ പാടില്ല. അപ്പോൾ അതിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് എന്തൊക്കെ പഠിക്കണം അത് മനസ്സിലാക്കിയോ. അതിലാദ്യം മക്കളെ, ഈ വരാൻ പോകുന്ന ഓണപരീക്ഷയിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ എന്തൊക്കെയാണ് ചാപ്റ്റർ പഠിക്കാനുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്ത ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. കുറച്ച് ചാപ്റ്റർ. പണ്ടൊന്നും അങ്ങനെയായിരുന്നില്ല, മൈക്രോയും മാക്രോയും പഠിക്കണം. പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷ വാർത്ത ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏത് മാത്രം ഓണപരീക്ഷ പഠിച്ചാൽ മതി, മൈക്രോ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയാണ് ഗവൺമെൻറ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൈക്രോയിൽ ഏതൊക്കെ ചാപ്റ്റർ എന്ന് വെച്ചാൽ മക്കളെ, ഒരു പേടിയും പഠിക്കുക. ആദ്യത്തെ 3 ചാപ്റ്റർ കണ്ടല്ലോ, 1, 2, 3. ഈ 3 ചാപ്റ്റർ പഠിച്ച് മാത്രം പോയാൽ മതി. നിങ്ങൾക്ക് ഇതാണ് ഓണപരീക്ഷയ്ക്ക് ഉണ്ടാകുന്ന എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 25 24 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഓണപരീക്ഷയുടെ മോഡൽ എക്സാം പേപ്പർ അവിടുന്ന് കിട്ടും. അപ്പോൾ എന്തായിരുന്നു ഓണപരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ടായിരുന്നു? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ നോക്കിക്കോളും. ഇൻട്രൊഡക്ഷൻ ആണ്. മൈക്രോ എക്കണോമിക്സിൽ എന്താണ് മൈക്രോ ആൻഡ് മാക്രോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുന്ന, നിങ്ങളെ സബ്ജക്റ്റിലേക്ക് കൈപിടിച്ചു ഉയർത്തുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ഈ പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്റർ. രണ്ടാമത്തെ ചാപ്റ്റർ കൺസ്യൂമറെ കുറിച്ചാണ് കംപ്ലീറ്റ് പഠിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും വലിയ ചാപ്റ്റർ, ഓക്കെ, ലാർജസ്റ്റ് ചാപ്റ്ററാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും വലിയ ചാപ്റ്ററാണ് ഇവിടെ പഠിക്കാനുള്ളത്. ആ ചാപ്റ്ററാണ് ഇനി വരാൻ പോകുന്ന രണ്ടാമത്തെ ചാപ്റ്റർ. ആൻഡ് ലാസ്റ്റ് വൺ ഏതാണ് നിങ്ങൾ ഓണപരീക്ഷ പഠിക്കുന്നത്? പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറെ കുറിച്ച് പഠിക്കുന്ന മറ്റൊരു വലിയ ചാപ്റ്റർ. അഥവാ നമുക്ക് ഒരു മോഡറേറ്റ് ചാപ്റ്റർ എന്ന് പറയാം അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കാൻ തരുമോ? ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഈസി ചാപ്റ്ററാണ്. ഒരു ഈസി ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ ലാർജസ്റ്റ് ആണ്. ആൻഡ് തേർഡ് ചാപ്റ്റർ മോഡറേറ്റ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ചാപ്റ്ററും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തവണ ഓണപരീക്ഷയ്ക്ക് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇതിൽ ഓരോ ചാപ്റ്റർ എന്ത് പഠിക്കണം വേണ്ടേ, അറിയണമല്ലോ. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ മക്കളെ ശ്രദ്ധിച്ചോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എവിടെ നിന്ന് തുടങ്ങുന്നത്? നമ്മുടെ മൈക്രോ എക്കണോമിക്സ് അല്ലേ. മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്കറിയാം, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ. ആമുഖാണല്ലേ എന്തിനുള്ള? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്. ഈ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്രോ എക്കണോമിക്സ് കാര്യങ്ങളെ ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യും, ചെറിയ കാര്യങ്ങളെ വലുതാക്കിയിട്ട് പഠിക്കുക ചെയ്യുന്നത് അല്ലേ. വലിയ കാര്യങ്ങളെ ചെറിയ രീതി പഠിക്കണമെങ്കിൽ മാക്രോയും, ചെറിയ കാര്യങ്ങളെ വലുതാക്കി പഠിക്കണമെങ്കിൽ മൈക്രോ ആണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി എൻ്റെ കുട്ടികളോട് ശ്രദ്ധിച്ചോ. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം, ഒരു സിമ്പിൾ എക്കോണമി എന്താ സംഗതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. ഒരു എക്കോണമി എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ എക്കോണമി എന്താണെന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ആദ്യം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒന്നാമത്തത് ക്യാപിറ്റലിസം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. 2 സോഷ്യലിസം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് തേർഡ് വൺ, മൂന്നാമത്തെ മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തതും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇനി ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു അവസരം അത് ഞാൻ പറഞ്ഞുതരാം, ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല മക്കളെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എജ്യുപോർട്ടിൻ്റെ പ്ലസ് 2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ ലൈവ് സെഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം മുൻപായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ലൈവ് 2 പാർട്ടുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് പോയി കണ്ട കംപ്ലീറ്റ് ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് എക്സാമിനുള്ളത് അത്
കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്കുള്ള ഒരു ഓഫറായിട്ട് ഞാൻ പറയുന്നത്, ഓണത്തിനൊക്കെ ഒരുപാട് സമ്മാനം കൊടുക്കാറില്ലേ, ഓണ സമ്മാനങ്ങളൊക്കെ, അതുപോലെ എഡ്ജ് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി തരുന്ന സമ്മാനം ഇതാണ്. ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ, ഒരു എക്കോണമി എന്താണെന്നും അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക ഘടകങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നതാണ്, എക്കണോമിക് ആക്ടിവിറ്റീസ് തീരുമാനിക്കുന്നതാണ് ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് എക്കോണമീസ്. അതിന് നമ്മൾ പഠിക്കുന്നത് ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമി. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുക പ്രൈസ് മെക്കാനിസം, സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ അടിക്കരുത്. പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റലിസത്തിൻ്റെ മറ്റൊരു പേരാണ്. ആൻഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത് സോഷ്യലിസത്തിൻ്റെ മറ്റൊരു പേരാണ്. മിക്സഡ് എക്കോണമിക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നത് അറിയുന്നില്ല, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ പേരുകളൊന്നുമില്ല, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ആദ്യം പഠിക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു എല്ലാ എക്കോണമികളും, അത് ലോകത്തെ ഏത് എക്കോണമി എടുത്തു കഴിഞ്ഞാലും എല്ലാവരും നേരിടുന്ന പ്രശ്നമുണ്ട്. അതിനാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാ എക്കോണമികളും നേരിടുന്ന പ്രശ്നമാണ്. ഇതെന്താന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. നമ്മൾ മറ്റൊരു പേരിൽ കൂടി പറയാറുണ്ട്, ബേസിക് ഇക്കണോമിക് പ്രോബ്ലം. ബേസിക് ഇക്കണോമിക് പ്രോബ്ലം എന്ന പേരിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ കോൺസെപ്റ്റ് പറയാറുണ്ട്. അപ്പോൾ ബേസിക് ഇക്കണോമിക് പ്രോബ്ലം എന്താണെന്ന് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്ത് പരീക്ഷയ്ക്ക് പോവുകയും ചെയ്യരുത് മക്കളെ. അതായത് പഠിച്ചിട്ട് വേണം നിങ്ങളത് പോകാൻ. ഈ ബേസിക് എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്താണ് അവിടെ ചോദിക്കുന്നത്, വാട്ട് ടു പ്രൊഡ്യൂസ് അല്ലേ, നമ്മൾ എന്തുണ്ടാക്കണം, അതേപോലെ ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മൾ എങ്ങനെ ഉണ്ടാക്കണം, ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഈ 3 ചോദ്യം അറിയാത്തവരായിട്ട് ആരും +2 കഴിയുമ്പോൾ ഉണ്ടാവില്ല. കാരണം എന്താ പറയുക, നമുക്ക് ആകെ അറിയുന്ന ഒരു സിമ്പിൾ കോൺസെപ്റ്റ് ഇത് മാത്രമായിരിക്കും. അപ്പോൾ ഈ 3 കാര്യം, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ഇതെന്താണ്, ഓരോന്നും എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതിൽ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നിക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് നിങ്ങൾ നോക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് അവിടെ നിന്ന് വരാം. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയാതെ വിട്ടുപോയ ഒരാളൊന്നുമല്ല, നടുവിൽ വരുന്ന ഒരാളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന PPC. ആരാണ് PPC? മറ്റൊരു പേര് കൂടിയുണ്ട് PPF, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് കൂടി പറയുന്നുണ്ട്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ ഉൽപാദന സാധ്യതാ വക്രം വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സംഗതി വരക്കുന്ന സ്റ്റൈൽ പോലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരക്കാനും അതെങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. എന്ത്, എക്സിൽ വരുന്നതും വൈയിൽ വരുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് വരക്കരുത്. എക്സിൽ വരുന്നതാണ് ഇൻപുട്ടുകളാണ്, വൈയിൽ വരുന്നത് ഇൻപുട്ട് തന്നെയാണ് അല്ലേ. അല്ലാതെ എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ പഠിച്ചാൽ ഗുഡ്സ് 1ഉം ഗുഡ് 1ഉം ഗുഡ് 2 എഴുതരുത്, അല്ലെങ്കിൽ ഇൻപുട്ട് 1 ഇൻപുട്ട് 2 എന്ന് തന്നെ കൃത്യമായിട്ട് എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ച് ചോദിക്കണം, നമുക്കറിയാം അത് 3 തരം പോയിന്റുകൾ അല്ലേ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ വരുന്ന പോയിന്റ് ഉണ്ട്, കർവിൻ്റെ പുറത്തേക്ക് വരുന്ന പോയിന്റ് ഉണ്ട്, അതുപോലെ കർവിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പോയിന്റ് ഉണ്ട്. 3 പോയിന്റ് പഠിച്ചിട്ടുണ്ടല്ലോ. ആ 3 പോയിന്റ് കൃത്യമായിട്ട് പഠിക്കാം. പോയിന്റ് എ, പോയിന്റ് ബി ആൻഡ് പോയിന്റ് സി. ഈ 3നും പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും എൻ്റെ കുട്ടികൾ വൃത്തിയായിട്ട് പഠിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. പിന്നീട് പഠിക്കേണ്ട മറ്റു കാര്യങ്ങൾ. ഓക്കെ, മൈക്രോയും മാക്രോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് സ്കൂളിൽ ടീച്ചേഴ്സും എഡ്ജ് ബോർഡിൽ ഞാനും വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എന്താണ് മൈക്രോ എന്താണ് മാക്രോ എന്നുള്ള ഒരു ഐഡിയ ആദ്യം തലയിൽ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് പരീക്ഷയ്ക്ക് ഇത് ക്വസ്റ്റ്യൻ വരെ എന്തരും ഒരുപാട് ടേംസ് എന്ത് ചെയ്യും, ഇങ്ങനെ തരും, ഒരുപാട് ടേംസ് തരും. എന്നിട്ട് നിങ്ങളോട് പറയും ഇതിൽ മൈക്രോയും മാക്രോ ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, തരം തിരിച്ചിട്ടാണ് പറയാം. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റണം എന്ത്, ഒന്നാമത്തെ പറഞ്ഞത് എ എന്ന് പറഞ്ഞത് മൈക്രോയുടെ ഭാഗമാണ്, എ എന്ന് പറഞ്ഞത് മൈക്രോയുടെ ഭാഗമാണ്, ബി എന്ന് പറഞ്ഞതും മൈക്രോയുടെ ഭാഗമാണ്, എന്നാൽ സി എന്ന് പറയുന്നത് മാക്രോയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരം തിരിച്ചെഴുതാൻ കൃത്യമായിട്ട് വേണം. അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, മൈക്രോയും മാക്രോ എന്താണെന്നുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാൻ നമ്മുടെ ലൈവിൽ പറയുന്നത്. പിന്നെ പരമാവധി എക്സാമ്പിൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി അടുത്തത് 5ാമതായിട്ടുള്ള കാര്യം കേട്ടോ, 4 കഴിഞ്ഞു. 5ാമത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്താ, പോസിറ്റീവ് എക്കണോമിക്സ് എന്താ. ഈ +2 പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും +2 കഴിയുന്നത് വരെയും പലപ്പോഴും അറിയാതെ പോകുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇത് തമ്മിൽ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്ന കാര്യം, നോർമേറ്റീവ് എന്താ, പോസിറ്റീവ് എന്താ, വാട്ട് ഈസ് ഓട്ട് ടു ബി, വാട്ട് ഈസ് ഓട്ട് ടു ബി, ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. ഇതിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മക്കളെ നമ്മൾ എന്താ പറയുക, പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഓക്കെ, നോ പ്രൂഫ്, നമുക്ക് തെളിയിക്കാനൊന്നും പറ്റില്ല, വെറുതെ ഇങ്ങനെ വായിട്ട് പറയാൻ എത്ര പറ്റുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഈ പറഞ്ഞ പോസിറ്റീവ് എക്കണോമിക്സും, തെളിയിക്കാൻ പറ്റാത്തതിന് എന്തായിരുന്നു, നോ പ്രൂഫ് ഉള്ളത് അഥവാ പ്രൂഫ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞു, നോർമേറ്റീവ് എക്കണോമിക്സ് പറഞ്ഞു. അത് തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് പഠിച്ചേക്കുക. കാരണം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, 2 മുതൽ 4 മാർക്കിന് എന്ത് ചെയ്യാം, ആ ചോദ്യം വരാം. വൃത്തിയായിട്ട് പഠിച്ചേക്കണേ. അതെന്താണെന്ന് കൃത്യമായിട്ട് നമ്മുടെ ലൈവിൽ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ നിങ്ങൾ പറഞ്ഞ് ബുക്ക്
ബുക്സ് ആണ്. ബുക്സ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങളും അല്ലെങ്കിൽ അവരുടെ മേഖലകളൊക്കെയാണ് പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്കറിയാം ആഡം സ്മിത്തിനെ കുറിച്ചറിയാം, ആൽഫ്രഡ് മാർഷലിനെ കുറിച്ചറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന മറ്റൊരാളാണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ യെസ് ലയണൽ റോബിൻസ് ആൻഡ് ഈ പറഞ്ഞ അവസാനത്തെ ആളാണ് പോൾ എ സാമുവൽസൺ അല്ലേ. അപ്പോൾ ഈ 4 ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്കറിയാം. അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. അവരെഴുതിയ പുസ്തകം ഏതാണ് അതും നിങ്ങൾ നോക്കണ്ട. അവരുടെ മേഖല ഏതാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാട്ടോ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ചാപ്റ്ററിൽ മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. വഴിയെ നമുക്ക് പറഞ്ഞുതരാം, സമയത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ മക്കളൊരു കാര്യം ശ്രദ്ധിക്കുക, അതിന് വരെ കാത്തിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനൊരു ബ്ലൂ പ്രിന്റ് പോലെ തയ്യാറാക്കി നോക്കുക. ഈ ഒരു ബ്ലൂ പ്രിന്റ് പോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കുക. എന്നിട്ട് എന്ത് വേണം, ഇപ്പം ഞാനിവിടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പറഞ്ഞു തന്നു. ബാക്കി 2, 3 ചാപ്റ്ററുകൾ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തുക. ബാക്കി സമയം പോലെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇനി എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം എജുപോർട്ടിൻ്റെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഇതിൻ്റെയൊക്കെ വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം നിങ്ങൾക്ക് വേർത്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടെ നിന്നറിയോ, നിങ്ങൾ +1 പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. പബ്ലിക് എക്സാമിൻ്റെ തലേന്ന് പോലും വന്നാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് തരുന്നുണ്ട് എങ്കിൽ മക്കളെ നിങ്ങൾ ആലോചിക്കുക, ആപ്പിലുള്ള കുട്ടികൾക്ക് അതിലേറെ ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുമുള്ള വൃത്തിയുള്ള നല്ല പോലെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപക്ക് പോലും നല്ല എന്താണ് അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഈ കഴിഞ്ഞ 2021 മുതൽ ഞാനിവിടെ എജുപോർട്ടിൽ നിങ്ങളുടെ കൂടെ എക്കണോമിക്സ് ഫാക്കൽറ്റി ആയിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ, ഏറ്റവും മികച്ച ലൈവ് സെഷൻ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപക്ഷെ എന്തായിരിക്കും എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്ത ആളായിരിക്കാം. നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വാളിറ്റി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതേപോലെ ഒരുപക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആളുമായിരിക്കും. എന്തും ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 2021 മുതൽ നമ്മുടെ എക്സാമിൻ്റെ പാറ്റേണും കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഓരോന്ന് എന്തൊക്കെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു ബാച്ച് നമുക്ക് വീണ്ടും ഉണ്ട് അല്ലേ. അത് ഈ 2025-26 കാലഘട്ടത്തിലുണ്ട്. അങ്ങനെ ഒരുപാട് ബാച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി നമുക്ക് ഒരുപാട് ബാച്ചുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് മക്കളെ ഞാൻ നിങ്ങളോടായിട്ട് പറഞ്ഞു തരണേ, 2025-26 സൂപ്പർ ബാച്ചിൽ നിങ്ങളോടുകൂടി ഞാൻ ജോയിൻ ചെയ്യാൻ പറയണം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല മക്കളെ, നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങൾ മുടക്കുന്ന 1 രൂപയാണ് പോലും എജുപോർട്ടിന് നിങ്ങൾ നൽകുന്നെങ്കിൽ പോലും അതിലും ഏറ്റവും ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. ഓക്കെ, അത് ഞാൻ ഗ്യാരണ്ടി തരാം. മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയുടെ തൊട്ട് താഴെ ലിങ്ക് ഉണ്ടാവും, അത് വെച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അതൊന്നും അല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എജുപോർട്ടിൻ്റെ തൊട്ട് താഴെ കാണുന്ന സ്ക്രോൾ പോകുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, എപ്പോഴും ഞാൻ പറയുന്നവരാണ്, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പഠിക്കാൻ തയ്യാറാണെങ്കിൽ എന്താണ്, പഠിപ്പിക്കാൻ ആര് തയ്യാറാണ്, എജുപോർട്ടും ഞാനും തയ്യാറാണ്. ഓക്കെ, പഠിപ്പിക്കാൻ ആര് തയ്യാറാണ് മക്കളെ, വേറെ ആരുമില്ല, പഠിപ്പിക്കാൻ എജുപോർട്ട് തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, എജുപോർട്ടും തയ്യാറാണ്. എസ്പെഷ്യലി ഇത് ആര് തരുന്ന വാക്കാരോ, ഞാൻ തരുന്ന വാക്കാട്ടോ. ഇത് കോഡ് ബൈ സൽസബീൻ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം, കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ആര് തയ്യാറാണ്, എജുപോർട്ട് തയ്യാറാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ മക്കളെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പരീക്ഷ നമ്മുടെ തൊട്ടടുത്തെത്താനായി ഇനി അധികം സമയമില്ല. നമുക്ക് ക്ലാസ് തുടങ്ങിയത് ജൂണിലായിരുന്നുവെങ്കിലും ഓഗസ്റ്റിലേക്ക് ഒരു ഏകദേശം 2 മാസം കഴിഞ്ഞ് ഒരു 60 ദിവസത്തെ അല്ല, ഒരു 90 ദിവസം നമുക്ക് കൂട്ടുകയാണെങ്കിലും ഏകദേശം ഒരു 60 ദിവസത്തെ അക്കാഡമിക് ഡേയ്സ്. ഓക്കെ, 60 അക്കാഡമിക് ഡേയ്സ് നമുക്ക് ഏകദേശം കൂട്ടാം. അത്രയൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും 60 അക്കാഡമിക് ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ പരീക്ഷ തുടങ്ങാൻ പോവാണ്. അപ്പോൾ മക്കളൊന്ന് മനസ്സിലാക്കുക, ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടെ വരെ എത്തി എന്ന് നിങ്ങൾ തന്നെ സ്വയം ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വീഡിയോ പോസ് ചെയ്തൊന്ന് വിലയിരുത്തി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, തൊട്ട് താഴെ കമൻറ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.